Meet the editors. സുതാര്യമാകേണ്ടേ എന്നാണ് ചോദ്യം. ബാലകൃഷ്ണൻ, ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ നവീൻ്റെ കുടുംബത്തോടൊപ്പമാണ് എന്ന് പറയുന്ന പാർട്ടി ഇതാദ്യമായി നവീൻ്റെ കുടുംബം ആവശ്യപ്പെടുന്നൊരു കാര്യം പരസ്യമായി തള്ളുകയാണ്. അതെ. അപ്പോൾ അതിലൊരു അവിശ്വാസം നവീൻ്റെ കുടുംബവും പാർട്ടിയും തമ്മിൽ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ CBI അന്വേഷണം വേണമെന്ന് കുടുംബം പറയുന്നു. CBI അന്വേഷണം ഏതൊരു അന്വേഷണത്തിൻ്റെയും അവസാന വാക്കായി പാർട്ടി കരുതുന്നില്ല എന്ന നിലപാട് MV ഗോവിന്ദ മാഷ് എടുക്കുന്നു. അതെ. സുതാര്യത വേണ്ടേ? സുതാര്യത നിശ്ചയമായും വേണം. അത് ഏതൊരു അന്വേഷണത്തിലും വേണം. ഈ അന്വേഷണത്തിലും സുതാര്യത വേണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നോക്കൂ, പ്രധാനപ്പെട്ട ചില സംശയങ്ങളാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യ ഒരു ഹർജിയായി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അവർക്ക് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പല ആശങ്കകളുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറയുന്നത് SITയുടെ അന്വേഷണത്തിൽ ഇതുവരെ ഒരു പുരോഗതിയും സംഭവിച്ചിട്ടില്ല എന്ന് അവർ ഈ ഹർജിയിൽ വ്യക്തമായും പറയുന്നുണ്ട്. എന്ന് മാത്രവുമല്ല, ഇനിയൊരു പുരോഗതി വരും, സംഭവിക്കും എന്നവർക്ക് വിശ്വാസവുമില്ല. അതിൻ്റെ കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, PP ദിവ്യ എന്ന് പറയുന്നത് CPM എന്ന് പറയുന്ന ഭരിക്കുന്ന പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവാണ്. അവരിപ്പോൾ പാർട്ടിയിൽ തരം താഴ്ത്തപ്പെട്ടിട്ടുണ്ട് കൂടിയും അവർക്ക് നല്ല സ്വാധീനമുള്ളൊരു പാർട്ടി തന്നെയാണ് ആ പാർട്ടി. അപ്പോൾ അങ്ങനെ ഒരു നേതാവ് പ്രതിയായിരിക്കുന്ന ഒരു കേസിൽ സംസ്ഥാന പോലീസ് ഒരു അന്വേഷണം നടത്തിയാൽ ആ അന്വേഷണം എവിടം വരെ പോകും, ആ അന്വേഷണത്തിൽ സുതാര്യത ഉണ്ടാകുമോ, ഈ ആശങ്കകളാണ് വളരെ പ്രധാനമായും ഈ ഹർജിയിൽ അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ആവശ്യപ്പെടുന്നത് ഒരു CBI അന്വേഷണമാണ്. CBI അന്വേഷണം ആവശ്യപ്പെടുന്നു എന്ന് മാത്രവുമല്ല, കൊലപാതകമാണോ ഈ സംഭവിച്ചിരിക്കുന്നത് എന്നൊരു സംശയം പോലും ഈ ഹർജിയിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നലെ വളരെ വിശദമായിട്ട് ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തതാണ്. അപ്പം ഈ പരാതികളാണ്, ഈ ആശങ്കകളാണ് ഇന്ന് കോടതി പരിഗണിച്ചിരിക്കുന്നത്. കോടതി എന്താണ് ചെയ്തിരിക്കുന്നത്? 3 കാര്യങ്ങളാണ് ഇന്ന് കോടതി ചെയ്തിരിക്കുന്നത്. ഒന്നാമതായിട്ട് കേസിൻ്റെ ഡയറി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേസ് ഡയറി കാണുമ്പോൾ അറിയാമല്ലോ എവിടം വരെയൊക്കെ അന്വേഷണം പോയിരിക്കുന്നു, എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത്. രണ്ടാമതൊരു കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ ഒരു സത്യവാങ്മൂലം സമർപ്പിക്കണം, എവിടം വരെ ആയിരിക്കുന്നു അന്വേഷണത്തിൻ്റെ പുരോഗതി എന്ന്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് CBI അന്വേഷണവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ നിലപാട് അന്വേഷിച്ചുകൊണ്ടും സുപ്രീം കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. അപ്പോൾ ഈ അർത്ഥത്തിൽ കോടതിക്ക് ചെയ്യാവുന്ന 3 കാര്യങ്ങളെന്ന് കോടതിയുടെ ഇനിഷ്യേറ്റീവ് എന്ന നിലയ്ക്ക് ചെയ്തിട്ടുമുണ്ട്. അതൊക്കെ പ്രാഥമികമായ കാര്യങ്ങളാണ്. കേസ് ഡയറി ആവശ്യപ്പെടുന്നത്, അന്വേഷണ പുരോഗതി ആവശ്യപ്പെടുന്നത്, അതുപോലെ തന്നെ CBIയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് ആവശ്യപ്പെടുന്നത്. നോക്കൂ, ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അതിനുശേഷം CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ വന്ന് മാധ്യമങ്ങളെ കണ്ട് പറയുന്ന വാക്കുകളാണ് പ്രധാനമെന്ന് പറയുന്നത്. അദ്ദേഹം എന്താണ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് CBI അന്വേഷണത്തെക്കുറിച്ച് പാർട്ടിക്ക് വ്യക്തമായ നിലപാടുണ്ട്, അത് ശരിയുമാണ്. CBI അന്വേഷണമാണ് അവസാന വാക്ക് എന്ന് ഞങ്ങൾ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. ഇന്നലെയും അംഗീകരിച്ചിട്ടില്ല, ഇന്നും അംഗീകരിച്ചിട്ടില്ല, നാളെയും അംഗീകരിക്കില്ല. ഇതാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. അതുകൊണ്ട് ഇക്കാര്യത്തിലുള്ള CBI അന്വേഷണം വേണ്ട എന്ന നിലപാടിലാണ് CPM ഉള്ളത്. നമുക്കറിയാമല്ലോ, ഡൽഹി പോലീസ് ആക്ട് പ്രകാരമാണ് CBI രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ പോയി കേസുകൾ അന്വേഷിക്കാനുള്ളൊരു അനുമതി CBIക്കുണ്ടായിരുന്നു. എങ്ങനെയാണ് അനുമതി ഉണ്ടായിരിക്കുന്നത്? എല്ലാ സംസ്ഥാനങ്ങളും ഒരു കൺസെൻറ്റ് അക്കാര്യത്തിൽ CBI ഒരു മികച്ച അന്വേഷണ ഏജൻസി എന്ന നിലയ്ക്ക് CBIക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. നമുക്കറിയുന്നത് പോലെ 2014 മുതൽ ഇങ്ങോട്ടേക്ക് കേന്ദ്ര സർക്കാർ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളെയും പ്രതിപക്ഷ സർക്കാരുകളെയും പല കേസുകളിലും കൊടുക്കുന്നു എന്നൊരു ആരോപണം ശക്തിപ്പെട്ട കാലത്താണ് കേരളമടക്കം പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ആ പൊതുസമ്മതി, ആ കൺസെന്റ് പിൻവലിച്ചത്. അതിനുശേഷം ഇപ്പോൾ എന്താ സംഭവം? സംസ്ഥാന സർക്കാരിൻ്റെ അഥവാ സംസ്ഥാന മന്ത്രിസഭയുടെ അനുമതിയില്ലാതെ, ആവശ്യപ്രകാരമല്ലാതെ CBIക്ക് ഒരു കേസ് അന്വേഷിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ഹൈക്കോടതി ഉത്തരവ് പ്രഖ്യാപിക്കണം, അതല്ലെങ്കിൽ സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിക്കണം. അപ്പോൾ CBIയോടുള്ള സംസ്ഥാന സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെയും നിലപാട് വളരെ വ്യക്തമാണ്. ഇക്കാര്യത്തിൽ 2014 മുതൽ ഇങ്ങോട്ടേക്ക് വിവിധ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് വിവിധ പ്രതിപക്ഷ പാർട്ടികളെ, അവരുടെ നേതൃത്വത്തെ, അവരുടെ നേതാക്കളെ ഒക്കെ വിവിധ കേസുകളിൽ കൊടുക്കേണ്ട ഒരു വലിയ ചരിത്രമുണ്ട്. അക്കാര്യത്തിലൊന്നും ഒരു സംശയവുമില്ല. എന്നാൽ ഇവിടെ ഇപ്പോൾ എന്താ പ്രശ്നം? ഇവിടെ ഇപ്പോൾ ആവശ്യം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് വിക്ടിമാണ്. വിക്ടിമിൻ്റെ ആവശ്യം എന്താണ്? വിക്ടിമിൻ്റെ ആവശ്യം ഇവിടെ നടക്കുന്ന അന്വേഷണം സുതാര്യമല്ല, ആ അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ, CBIയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വിവിധ രീതികളിലുള്ള നിലപാടുകൾ CPM വേറൊരർത്ഥത്തിൽ രാഷ്ട്രീയമായി എടുത്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ പേരിയ ഇരട്ടക്കൊല കേസുമായി ബന്ധപ്പെട്ട്, പേരിയ ഇരട്ടക്കൊല കേസിൽ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത്. അതുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം വേണമെന്ന ആവശ്യവുമായിട്ട് അവരുടെ ബന്ധുക്കൾ പോയപ്പോൾ ആ ആവശ്യം അംഗീകരിക്കാതെ അതിനെതിരായിട്ട് സുപ്രീം കോടതി വരെ കേസിന് പോയൊരു ചരിത്രം CPMനുണ്ട്. രാഷ്ട്രീയ നിലപാടാണ്. CPMന് അന്നത്തെ ഏറ്റവും വലിയ വിവാദം എന്ന് പറയുന്നത് സംസ്ഥാനത്ത് വലിയ സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുമ്പോൾ ഏതാണ്ട് 25 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് മനിന്ദർ സിംഗിനെയൊക്കെ പോലുള്ള വലിയ വക്കീലന്മാരെ വെച്ചിട്ട് ഈ കേസ് വാദിച്ചതെന്നാണ്. എന്നിട്ട് ഒടുവിൽ സുപ്രീം കോടതിയുടെ വിധി പ്രകാരമാണ് ആ CBI അന്വേഷണം വന്നത്. അരിയൽ ഷുക്കൂർ വധക്കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ ഉത്തരവാണ് CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞത്. ആ ഗൂഢാലോചന
ഗൂഢാലോചന സംസ്ഥാന പോലീസ് വ്യക്തമായി അന്വേഷിക്കുന്നുണ്ടോ, ശരിയായ ദിശയിൽ അന്വേഷണം പോകുന്നുണ്ടോ എന്ന ആശങ്ക ഉന്നയിച്ചുകൊണ്ട് ആ ഗൂഢാലോചനയുടെ പേരുകൾ ആരൊക്കെയാണ്? പി ജയരാജൻ, ടി വി രാജേഷ് എന്നീ CPM നേതാക്കളുടെ പേരുകളാണുള്ളത്. ആ സമയത്തും ഹൈക്കോടതി ഉത്തരവ് എന്താ പറഞ്ഞത്? അരിൽ ഷുക്കൂർ എന്ന് പറയുന്ന കൊല്ലപ്പെട്ടയാളുടെ മാതാവിൻ്റെ കണ്ണുനീര് കണ്ടില്ല എന്ന് നടിക്കാൻ ഈ കോടതിക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് CBIയുടെ അന്വേഷണത്തിന് ഉത്തരവിടുന്നത്. എന്നാൽ 2021 ജനുവരിയിൽ ഇതേ പിണറായി വിജയൻ സർക്കാർ CBIക്ക് ഒരു കേസ് കേരളത്തിൽ വിട്ടിട്ടുണ്ടല്ലോ. അത് സോളാർ കേസാണ്. അത് 3 മാസം തെരഞ്ഞെടുപ്പിന് മാത്രം നിൽക്കുകയാണ് അങ്ങനൊരു കേസ് CBIക്ക് റെഫർ ചെയ്യുന്നത്. നമുക്കറിയാം, ഉമ്മൻചാണ്ടി വളരെ മുമ്പ് ലാവ്ലിൻ കേസ് CBIക്ക് വിട്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് CBIക്ക് ഉമ്മൻചാണ്ടി ലാവ്ലിൻ കേസ് വിട്ടതിനൊരു പ്രതികാരമായി വേണമെങ്കിൽ ഈ പറയുന്ന 2021 നീക്കത്തെ കാണാം. അപ്പോഴും CBI നമ്മുടെ അവസാന വാക്കല്ല, അന്വേഷണത്തിൻ്റെ അവസാന വാക്കായി കണ്ടിട്ടില്ല എന്ന് പറയുമ്പോഴും ഒരു രാഷ്ട്രീയ നിലപാട് അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ അങ്ങനൊരു കാര്യം CPIയും ചെയ്തിട്ടുണ്ട്, പിണറായി വിജയൻ സർക്കാർ ചെയ്തിട്ടുണ്ട്. എന്തുമാകട്ടെ, ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് CBI അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇവിടെ നവീൻ ബാബുവിൻ്റെ ഭാര്യയാണ്. നവീൻ ബാബുവിൻ്റെ ഭാര്യയ്ക്ക് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന SITയുടെ അന്വേഷണത്തിൽ യാതൊരു വിധത്തിലുള്ള വിശ്വാസവും ഇല്ല എന്നുള്ളതാണ്. SIT ഒന്ന് പരിശോധിച്ച് നോക്കിയേ. SITയുടെ ഒരു ഘടന എങ്ങനെയാണ്? കണ്ണൂരിലെ ഒരു ലോക്കൽ പോലീസ് അന്വേഷണമാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. കണ്ണൂർ പോലീസ് കമ്മീഷണർക്കാണ് ചുമതല. അതിൻ്റെ താഴെ ഒരു ACP, അതിൻ്റെ താഴെ 2 SHOമാർ, അതിൻ്റെ താഴെ 2 SIമാർ, പിന്നെ ഒരു ASI. ഈ സംഘമാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ പോലീസിൻ്റെ മേളിൽ കണ്ണൂരിലെ പാർട്ടിക്കുള്ള ആധിപത്യം നമുക്കറിയാവുന്ന ഒരു കാര്യമാണെന്ന് മാത്രവുമല്ല, ഈ കേസിൻ്റെ അന്വേഷണ ഘട്ടങ്ങളിലുടനീളം കേസിൽ പോലീസ് ഏകപക്ഷീയമായി ദിവ്യയ്ക്ക് അനുകൂലമായി കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ആരോപണം അതിശക്തമായി ഉയർന്നിട്ടുണ്ട്. അത്തരത്തിലൊരു പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള സംശയങ്ങളും ബലപ്പെട്ടിട്ടുണ്ട്. അത് ദിവ്യയുടെ അറസ്റ്റ് മുതലുള്ള കാര്യങ്ങളിൽ ദിവ്യയോട് കാണിക്കുന്ന പോലീസിൻ്റെ സഹാനുഭൂതി നിരവധി വട്ടം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ആ അർത്ഥത്തിലൊക്കെ ഈ പറയുന്ന SIT കൊണ്ടൊരു പ്രയോജനമില്ല എന്നും അത് വസ്തുതയിലേക്ക് എത്തില്ല എന്നും അവരുടെ കുടുംബം പറയുമ്പോൾ നമുക്കറിയാമല്ലോ, MV ഗോവിന്ദൻ എന്ന പാർട്ടി സെക്രട്ടറി, വിവിധ മന്ത്രിമാർ, പാർട്ടി നേതാക്കൾ നിരന്തരം മലയാളപ്പുഴയിലെ അദ്ദേഹത്തിൻ്റെ നവീൻ ബാബുവിൻ്റെ ഭാര്യ താമസിക്കുന്ന, മക്കൾ താമസിക്കുന്ന വീട്ടിൽ പോയി ഞങ്ങൾ കുടുംബത്തോടൊപ്പമാണ്, ഈ പാർട്ടി കുടുംബത്തോടൊപ്പമാണെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കുടുംബത്തിൻ്റെ ആവശ്യമാണ് പരിഗണിക്കേണ്ടത്. ആ പരിഗണന കാണിക്കേണ്ടതുണ്ട്. ഇവിടെ CBI വരുന്നതുമായി ബന്ധപ്പെട്ട് CPMൻ്റെ ഒരു രാഷ്ട്രീയ നിലപാടിനപ്പുറം നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ആ കുടുംബത്തോടൊപ്പമാണ്, ആ കുടുംബത്തിന് നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിലപാടെടുക്കുക, ഞങ്ങൾ ആരെയും സംരക്ഷിക്കാൻ പോകുന്നില്ല, ഞങ്ങൾക്കൊന്നും മറച്ചു വയ്ക്കാനില്ല. അങ്ങനെ ഒരു നിലപാടെടുത്ത പാർട്ടി ആ കുടുംബത്തിൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട്, ആ കുടുംബത്തിൻ്റെ ആശങ്കയുമായി ബന്ധപ്പെട്ട് അവരോടൊപ്പം നിൽക്കാനാണ് തീരുമാനിക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊന്നും ഇങ്ങനൊരു ആവശ്യമായിട്ട് അവർ വന്നിട്ടില്ല കേട്ടോ. ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ പറയുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ആ കുടുംബവും ആ പാർട്ടിയുമായി അതിശക്തമായ ബന്ധമാണുള്ളത്. ആ പാർട്ടിയെ നശിപ്പിക്കരുതെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. പാർട്ടി പ്രധാനപ്പെട്ട 3 തെരഞ്ഞെടുപ്പുകൾ നേരിടുന്ന ഘട്ടത്തിലൊന്നും ഇതൊരു വിവാദമാക്കാൻ അവർ നിന്നിട്ടില്ല. അതിനുശേഷമാണ് ഈ അന്വേഷണ പുരോഗതിയിൽ ആശങ്ക അറിയിച്ചുകൊണ്ട്, ഈ അന്വേഷണ സംഘത്തിൻ്റെ നീക്കങ്ങളിൽ ആശങ്ക അറിയിച്ചുകൊണ്ട്, ഈ അന്വേഷണത്തിൽ പ്രതിയാക്കപ്പെട്ടിരിക്കുന്ന ആളുടെ സ്വാധീനത്തിലെ സംശയം ഉന്നയിച്ചുകൊണ്ട് അവർ CBIയുടെ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നത്. ആ കുടുംബത്തോടൊപ്പം നിൽക്കണം. കാരണം നിങ്ങൾ പറഞ്ഞ ആ വാക്ക് പാലിക്കണം. CBIയോടുള്ള രാഷ്ട്രീയ നിലപാടൊക്കെ അവിടെ നിൽക്കട്ടെ. CBI വരണമെന്നാണ് ആ കുടുംബത്തിൻ്റെ ആവശ്യമെങ്കിൽ ആ കുടുംബത്തോടൊപ്പം നിൽക്കാൻ ഒരു ജനാധിപത്യ പാർട്ടി എന്നുള്ള നിലയ്ക്ക്, ഭരിക്കുന്ന പാർട്ടി എന്നുള്ള നിലയ്ക്ക് CPMന് ബാധ്യതയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് CPM ഈ നിലപാട് തിരുത്തി സർക്കാരിനോട് ആവശ്യപ്പെട്ട് സർക്കാർ മന്ത്രിസഭാ യോഗം കൂടി CBI അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള ഉത്തരവിടണം എന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. ഒരു പക്ഷേ ക്രൈംബ്രാഞ്ചിലേക്ക് ഈ അന്വേഷണം മാറ്റിക്കൊണ്ട് CBI അന്വേഷണത്തിന് തടയിടാനൊരു നീക്കം പോലും സംഭവിച്ചേക്കാം. ആ നീക്കത്തെ പോലും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. കാരണം ഡിസംബർ 10-ാം തീയതിയാണ് കോടതി വീണ്ടും ഈ കേസ് പരിഗണിക്കുക. അതിനു മുമ്പായി വേണമെങ്കിൽ ഒരു ക്രൈംബ്രാഞ്ച് IG-യുടെ നേതൃത്വത്തിൽ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിക്കാൻ പോലും ഒരു ആലോചന നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ കേരളം കാത്തിരിക്കുന്നത് കുടുംബത്തോടൊപ്പമാണ് നിങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിൻ്റെ ആവശ്യത്തെ നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിന് CBI അന്വേഷണം തന്നെയാണ് മറുപടി എന്നാണ് എൻ്റെ നിലപാട്. സുതാര്യമാകേണ്ടേ എന്നതാണ് ചോദ്യം. തീർച്ചയായിട്ടും സുതാര്യമാകണം എന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. ഈ വിഷയത്തിലൊരു വൈകാരികമായ തലമുണ്ട്, രാഷ്ട്രീയമായ തലമുണ്ട്, നിയമപരമായ തലമുണ്ട്. ഞാനിതിൻ്റെ നിയമപരമായ തലം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അത് ഡിസംബർ 6-ാം തീയതി ഇനി ഹൈക്കോടതി ഈ കേസ് ഡയറി പരിശോധിക്കുമ്പോഴായിരിക്കും ഇതുവരെയുള്ള അന്വേഷണത്തിൽ വീഴ്ചകളുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാവുക. ഈ ഘട്ടം വരെയും നമ്മുടെ മുന്നിലുള്ളത് നവീൻ ബാബുവിൻ്റെ ഭാര്യ K. മഞ്ജുഷ നൽകിയിരിക്കുന്ന ഹൈക്കോടതിയിലെ ഹർജിയിൽ പറയുന്ന ആരോപണങ്ങൾ മാത്രമാണ്. 2 ആരോപണങ്ങളാണ് പ്രധാനമായിട്ടും K. മഞ്ജുഷ ഹൈക്കോടതിക്ക് മുന്നിൽ ഉയർത്തിയിരിക്കുന്നത്. ഒന്ന്, നിർണായകമായ തെളിവുകൾ ശേഖരിക്കാനല്ല ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പകരം കൈക്കൂലിക്കാരനാണ് എന്ന നിലയിൽ നവീൻ ബാബുവിനെ ചിത്രീകരിക്കാനുള്ള തെളിവുകൾ ഉന്നത സ്വാധീനമുള്ള പ്രതിയടക്കം ചേർന്ന് SITയുമായി ചേർന്ന് ശ്രമിക്കുന്നു എന്നതാണ്
ഈ ഹർജിയിലെ ആകെയുള്ള രത്നച്ചുരുക്കമായി ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. മാത്രവുമല്ല, ഇതിൽ കൊലപാതകമാണോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കണം. അപ്പം നിലവിൽ ഈ അന്വേഷണ സംഘത്തിന് വീഴ്ച വന്നിട്ടുണ്ട് എന്ന് കോടതി പറഞ്ഞിട്ടില്ല. എന്നാൽ ഡിസംബർ 6-ാം തീയതി അന്വേഷണ റിപ്പോർട്ട് കോടതിയുടെ മുന്നിലെത്തുന്ന സമയത്ത് SITയുടെ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രമേ കോടതി അങ്ങനൊരു നിലപാടെടുക്കൂ. അതുകൊണ്ട് തന്നെ ഈ ഇരിക്കുന്ന നമ്മളിൽ ആർക്കും SIT ഏതെങ്കിലും തരത്തിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതാപരമായി നിയമപരമായി പറയാൻ കഴിയില്ല. നമ്മൾ ആ റിപ്പോർട്ട് കണ്ടിട്ടില്ല. മാത്രമല്ല, ഇവർ ആരുടെയൊക്കെ മൊഴികൾ എടുത്തിട്ടുണ്ട് എന്ന കാര്യത്തിലും ഇപ്പോൾ ഈ മഞ്ജുഷയ്ക്ക് കൃത്യമായ പരാതിയില്ല. പക്ഷേ മഞ്ജുഷ സംശയിക്കുന്നു ഉന്നത സ്വാധീനമുള്ള ഒരു പ്രതിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ PP ദിവ്യ അന്വേഷണത്തിൽ ഇടപെടാനും, നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ കണ്ണൂരിൻ്റെ പോലീസ് സംവിധാനത്തെ CPM എന്ന് പറയുന്ന സംഘടനയ്ക്ക് രാഷ്ട്രീയമായി സ്വാധീനിക്കാൻ കഴിയുമെന്നുമുള്ള ഒരു ഭയമാണ് ഈ ഹർജിയുടെ പിന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നിയമപരമായി ഒരു ആത്മഹത്യ പ്രേരണ കുറ്റം മാത്രം അന്വേഷിക്കാൻ CBI വരാനുള്ള സാധ്യതയില്ല. എന്നാൽ അതൊരു കൊലപാതകമാണോ എന്നതാണ് കോടതി ചോദിച്ചൊരു ചോദ്യം. അവിടെയും നിയമപരമായി കോടതി 2 കാര്യങ്ങൾ ചോദിക്കുന്നു. ഏത് അർത്ഥത്തിലാണ് നിങ്ങളിതൊരു കൊലപാതകമാണ് എന്ന് പറയുക? അതിന് ഏതെങ്കിലും ഒരു തെളിവ്, ഏതെങ്കിലും ഒരു സംശയം അവിടെയുണ്ടോ? ഇൻക്വസ്റ്റ് നടപടി, അതല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം, ഇക്കാര്യങ്ങളൊന്നും കൊലപാതകത്തെ സ്വാധീനിക്കുന്ന കാര്യങ്ങളല്ല. എന്നാൽ ആ സംഭവത്തിലത്തെ ക്രൈം സ്പോട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള അങ്ങനെയുള്ള സംശയങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കോടതി ചോദിക്കുന്നുണ്ട്. 2, ഈ ഉന്നത സ്വാധീനമുള്ള ഒരു പ്രതിയാണ് മറുഭാഗത്ത് എന്നുള്ളത് കൊണ്ട് ഇത് കൊലപാതകമായി എങ്ങനെയാണ് നിങ്ങൾ ചിത്രീകരിക്കുക എന്നുകൂടി കോടതി ചോദിക്കുന്നുണ്ട്. ഇത് രണ്ടും കോടതിയുടെ മുന്നിലുണ്ട്. കോടതി ഹർജിക്കാരോട് ചോദിച്ചതുമാണ്. ഈ വിഷയത്തിൽ 6-ാം തീയതിയാണ് കോടതി ഒരു നിലപാടെടുക്കുക. അപ്പോൾ നിയമപരമായി ഒരു ആത്മഹത്യ പ്രേരണ കുറ്റം എന്നുള്ള ഒരു നിലയിലാണ് ഇതിനെ കോടതി കാണുന്നതെങ്കിൽ CBI അന്വേഷണം വരാനുള്ള സാധ്യതയില്ല. കാരണം SITയുടെ അന്വേഷണ റിപ്പോർട്ട് വരുമ്പോൾ ആ അന്വേഷണ റിപ്പോർട്ടിൽ ഇവരുടെയൊക്കെ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിയമപരമായ അതാണ് ഇതിൻ്റെ വശം. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ ഏതെങ്കിലും ഈ 6-ാം തീയതിക്ക് മുൻപ് ഇങ്ങനൊരു തീരുമാനമെടുക്കുമെന്നും ഞാൻ കരുതുന്നില്ല. ഇനി ഹൈക്കോടതി അങ്ങനെ ഒരു ഉത്തരവ് ഇടണമെങ്കിൽ അന്വേഷണ റിപ്പോർട്ടിൽ ഒരു വീഴ്ചയുണ്ടതായി ചൂണ്ടിക്കാണിക്കണം. അതുമായി ബന്ധപ്പെട്ട് ആത്മഹത്യയല്ല കൊലപാതകമാണ് എന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന തെളിവുകൾ മറുഭാഗത്തിന് ഹാജരാക്കേണ്ടി വരും. അല്ലെങ്കിൽ അത്തരം സംശയങ്ങളെങ്കിലും ഉണ്ടാവണം. പക്ഷേ അത്തരം സ്ട്രോങ് എവിഡൻസുകളൊന്നും മറുഭാഗത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നിയമപരമായി അത് CBIയിലേക്ക് പോകാനുള്ള സാധ്യത ചുരുക്കമാണ് എന്ന് ഞാൻ കരുതുന്നു. അതൊരു ആത്മഹത്യ പ്രേരണ കുറ്റമായി നിലനിൽക്കുന്നു. മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടു. എന്നാൽ ജാമ്യം കിട്ടുന്ന സാഹചര്യത്തിൽ ആ കോടതി വിധി വായിക്കുകയാണെങ്കിൽ ആ കേസിൻ്റെ പ്രാധാന്യവും അതേപോലെ തന്നെ ആ കേസിന് സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസായതുകൊണ്ട് നമുക്ക് അതിന് മെറിറ്റിലേക്ക് കടന്ന് പറയുക സാധ്യമല്ല. എന്നാൽ 2-ാമത്തെ ഒരു ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയം എന്ത് എന്ന് ഉദ്ദേശിച്ചാൽ അതാണ് കുറച്ചുകൂടി ഇതിനകത്ത് പ്രാധാന്യമുള്ളതായി ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ പാർട്ടി സെക്രട്ടറി എടുത്തിരിക്കുന്ന നിലപാട് CBI അന്വേഷണം ഏതൊരു അന്വേഷണത്തിൻ്റെയും അവസാന വാക്കല്ല, കൂട്ടിലടച്ച തത്തയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചതുപോലെ സോളാർ കേസിൽ ഇതേ കൂട്ടിലടച്ച തത്തയെ സോളാർ കേസിലെ പരാതിക്കാരി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി നേരിട്ട് പരാതി കൊടുത്തു കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കുള്ളിൽ ഒരു തീർപ്പാക്കുന്നത് എന്തുകൊണ്ടാണ്? അന്നിത് കൂട്ടിലടച്ച തത്തയല്ലേ? ആണല്ലോ. അതിനു മുൻപ് തന്നെ കോൺഗ്രസിൻ്റെ ഭരണകാലത്താണല്ലോ കൂട്ടിലടച്ച തത്ത എന്ന ഒരു വിശേഷണം സുപ്രീം കോടതി ചാർത്തി കൊടുക്കുന്നത്. അപ്പോൾ സോളാറിൻ്റെ വിഷയത്തിൽ CBI അന്വേഷണം ആകാം എന്ന നിലപാടെടുത്ത പാർട്ടി ഈ വിഷയത്തിൽ കൂട്ടിലടച്ച തത്തയാണ് എന്നതുകൊണ്ട് അന്വേഷണം നടത്തില്ല എന്ന് പറഞ്ഞത് എത്രമാത്രം രാഷ്ട്രീയമായി ശരിയാണെന്ന് പാർട്ടിയാണ് പരിശോധിക്കേണ്ടത്. എന്നാൽ ഇതിനേക്കാൾ അപ്പുറം ഈ വിഷയത്തെ ഗൗരവമാക്കുന്ന ഒരു വിഷയമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തെന്നാൽ നവീൻ ബാബുവിന് കഴിഞ്ഞ 35 വർഷത്തെ അദ്ദേഹത്തിൻ്റെ സർവീസ് റെക്കോർഡിൽ ഇത്തരത്തിലുള്ള ഒരാരോപണവും നേരിടേണ്ടി വന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സർവീസ് ബുക്ക് ക്ലീൻ ആയിരുന്നു. LD, UD, അതിനുശേഷം തഹസിൽദാർ മുതൽ ADM വരെ എത്തുന്ന ഘട്ടത്തിനിടയിൽ നോക്കൂ, അദ്ദേഹം ആ കാലഘട്ടങ്ങളിലെല്ലാം ഗസറ്റഡ് ഓഫീസർ ആകുന്നത് വരെ NGO യൂണിയൻ്റെ അംഗമായിരുന്നു. പിന്നീട് അദ്ദേഹം KGOA എന്ന് പറയുന്ന ഗസറ്റഡ് ഓഫീസ് അസോസിയേഷൻ്റെ സംഘത്തിലാണുള്ളത്. അദ്ദേഹം ഇപ്പോൾ പ്രവർത്തിക്കുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ KGOയ്ക്ക് വലിയ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ സുപ്രധാനമായ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് CPI അനുകൂല സംഘടനയാണ്. ഈ കേസ് CBI അന്വേഷിച്ചാൽ എന്താണ് ഇനി പുറത്തു വരാൻ പോകുന്നത്? ഇതിന് മറ്റൊരു ആംഗിൾ ഉണ്ടോ? നവീൻ ബാബുവും പ്രശാന്തനും ഉൾപ്പെട്ടതല്ലാതെ ഈ കേസിൽ നവീൻ ബാബുവിനെ ഈ കൈക്കൂലി വാങ്ങുന്നതിന് പ്രേരിപ്പിച്ച എന്തെങ്കിലും സംഘടനാ സംവിധാനം റവന്യൂ വകുപ്പിനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ടോ? ആ റവന്യൂ വകുപ്പിലെ ഏതെങ്കിലും ഒരു സംഘടന ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടോ? ഇക്കാര്യങ്ങൾ പുറത്തു വരേണ്ടതാണ്. കാര്യം റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട് മറ്റെല്ലാ വകുപ്പുകളിലും അതാത് സംഘടനകളിൽ മായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയരുന്നത് പോലെ ഏറിയും തെളിഞ്ഞും ഈ വിഷയത്തിലും CPIയുടെ സംഘടനയ്ക്ക് ഇതിലുള്ള ഉത്തരവാദിത്വം എന്താണ് എന്നുള്ളത് അന്വേഷണ ഏജൻസികൾ പുറത്തു കൊണ്ടുവരേണ്ടതാണ്. ഇനിയും സുതാര്യമാകാനുള്ളൊരു ഭാഗം അതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ നവീൻ ബാബുവിന്
ട്രാൻസ്ഫർ കൊടുക്കുന്നത് പോലും ഈ പറയുന്ന KGOയുടെ നിർദ്ദേശത്തെ തുടർന്നല്ല, പകരം CP അനുകൂല സംഘടന ഇടപെട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇടപാടുകൾ അവിടെ നടന്നിട്ടുണ്ട്, സമ്മർദ്ദങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. ഇത്തരം ഇടപാടുകളിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു ആനുകൂല്യം ഈ CPIയുടെ റവന്യൂ സംഘടനയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഇതൊക്കെ സംശയങ്ങൾ മാത്രമാണ്, പൊതുസമൂഹത്തിൻ്റെ മുന്നിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ CBI അന്വേഷണം നടക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഇതിൻ്റെ ഡീറ്റെയിൽ വോയിസ് റെക്കോർഡുകൾ പരിശോധിക്കേണ്ടി വരും. അത് SIT അന്വേഷിച്ചാലും നടക്കും. പക്ഷേ ഈ സർക്കാരിൻ്റെ കാലത്ത് LDF ഏതെങ്കിലും ഒരു സർവീസ് സംഘടനയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിലുള്ള റിപ്പോർട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ഒരു തേർഡ് ആംഗിൾ, ഒരു മൂന്നാമത്തെ ഒരു ലെഗ് ഇതിനകത്തുണ്ടോ എന്നുള്ളത് പുറത്തു വരേണ്ടതാണ്. അവിടെയാണ് രാഷ്ട്രീയമായി ഈ അന്വേഷണം കൂടുതൽ സുതാര്യമാകുന്നത്. ഞാൻ KC വേണുഗോപാലിൻ്റെ ഒരു വാചകം ഓർമ്മിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ സിസ്റ്റം ശരിയല്ല എന്ന് KC വേണുഗോപാൽ പറഞ്ഞത് ആ അർത്ഥത്തിൽ കൂടിയാണ്. ഇതേതെങ്കിലും തരത്തിലൊരു വ്യക്തി എന്ന നിലയിൽ നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്നൊരു ആരോപണം നമുക്ക് ആർക്കും ഉന്നയിക്കുക സാധ്യമല്ല. അത്തരമൊരു തെളിവ് നമ്മുടെ കയ്യിലില്ല. പക്ഷേ അദ്ദേഹം നിർബന്ധിതനായിട്ടുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് കളക്ടറുടെ പക്കലൊരു മൊഴിയുണ്ടല്ലോ. ആ മൊഴിയിൽ പറഞ്ഞിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് തനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് അദ്ദേഹം പറയുമ്പോൾ അവരുടെ കയ്യിൽ തെളിവുകളുണ്ട് എന്നുള്ളൊരാശങ്കയാണ് പ്രകടിപ്പിച്ചതെങ്കിലോ ഇതൊക്കെ ഇനി പുറത്തു വരേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ നവീൻ ബാബുവിനെ മുന്നിൽ നിർത്തി ഇത്തരം ഈ സിസ്റ്റത്തെ പൊല്യൂട്ട് ചെയ്യുന്ന മറ്റ് ഏജൻസികൾ ഉണ്ടോ എന്നുള്ളതും ഈ അന്വേഷണത്തിൻ്റെ കൂടി ഭാഗമാകേണ്ടതാണ്. അങ്ങനൊരു സിസ്റ്റത്തിൻ്റെ വിക്റ്റിമായി നമ്മളുടെ നവീൻ ബാബു മാറുകയായിരുന്നോ? ഒരു കുടുംബത്തെ അനാഥമാകുന്ന രീതിയിൽ ഒരു സിസ്റ്റം നവീൻ ബാബുവിനെ കൊണ്ട് ചെയ്യിക്കുകയായിരുന്നോ? തുടങ്ങിയ കാര്യങ്ങളൊക്കെ പുറത്തു വരണം. അത് PP ദിവ്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്നതാണ് എൻ്റെ ടേക്ക്. അത് PP ദിവ്യയെ നമുക്ക് മുന്നിൽ നിർത്താം, പക്ഷേ അതിന് പിന്നിൽ ഈ സിസ്റ്റത്തിൻ്റെ ഒരു വലിയ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും സർവീസ് സംഘടനകൾക്ക് പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പുറത്തു വരണം. മൂന്നാമത്തെ തലം തീർച്ചയായും വൈകാരികമായ തലമാണ്. ആ വൈകാരികമായ തലത്തിൽ ആ കുടുംബത്തിൻ്റെ ആശങ്കകൾ നമ്മുടെ ഓരോരുത്തരുടെയും ആശങ്കയാണ്. അതിൽ റാഷണാലിറ്റിക്കും അപ്പുറം നിൽക്കുന്ന ഒരു ഇമോഷണൽ കണ്ടൻ്റ് ഉണ്ട്. കാര്യം ആ കുടുംബം ഇനി നാളെ കേൾക്കാൻ പോകുന്നത് ഇദ്ദേഹത്തിനെതിരെയുള്ള തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് അന്വേഷണ സംഘം വരികയും അത് വീണ്ടും മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമ്മൾ പറഞ്ഞ ഈ രണ്ടാമത്തെ എലമെൻ്റ് ഇല്ലാതാവുകയും അത് നവീൻ ബാബുവിനെ കൂടുതൽ കൈക്കൂലിക്കാരനാക്കുകയും ചെയ്യുന്നൊരവസ്ഥ വന്നാൽ ആ കുടുംബത്തിനത് താങ്ങാൻ കഴിയുന്നതല്ല. പ്രത്യേകിച്ച് 2 പെൺകുട്ടികളും മഞ്ജുഷയും ഇപ്പോൾ ജീവിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് അത്രമേൽ സംരക്ഷിതമായ ഒരു കുടുംബത്തിൽ നിന്നൊരു വലിയ തണലാണ് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് ആ കുടുംബത്തിൻ്റെ വൈകാരികമായ തലത്തിന് അതിൻ്റേതായ അർത്ഥമുണ്ട്. അതിനെ പാർട്ടിയും സർക്കാരും ഗൗരവമായി തന്നെ പരിഗണിക്കണം. ഇനി CBI അന്വേഷണം ആവശ്യമല്ല എങ്കിൽ അതെന്തുകൊണ്ട് എന്നുള്ള കാര്യം ആ കുടുംബത്തെ ബോധ്യപ്പെടുത്തണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുടുംബത്തിൻ്റെ ആ വൈകാരികമായ തലം പാർട്ടി ഇതുവരെയും ഉൾക്കൊണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇനിയും തുടർന്നും ഉൾക്കൊള്ളണം എന്നതാണ് എൻ്റെ ഈ വിഷയത്തിലെ നിലപാട്. അതുകൊണ്ട് സുതാര്യമാകണ്ടേ എന്ന ചോദ്യത്തിന് സുതാര്യമാകണം. അതിൻ്റെ രാഷ്ട്രീയ തലമടക്കം ഈ അന്വേഷണത്തിൽ പുറത്തു വരികയും വേണം എന്നതാണ്. സുജയ, സുതാര്യമല്ല എന്ന് ഇവിടെ മരിച്ച നവീൻ ബാബുവിൻ്റെ ഭാര്യയ്ക്കാണ് അഭിപ്രായമുള്ളത്. നമ്മളെക്കാളൊക്കെ വിലയുള്ള ഏറ്റവും വാല്യൂ ഉള്ള അഭിപ്രായം മഞ്ജുഷയുടേതാണ് ഇക്കാര്യത്തിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ സർക്കാരിനേക്കാളും പാർട്ടിയെക്കാളും ചുറ്റും നിൽക്കുന്ന സഹപ്രവർത്തകരെക്കാളും ഒക്കെ വാല്യൂവും വെയിറ്റേജും നമ്മൾ കൊടുക്കേണ്ടത് മഞ്ജുഷ എന്ന കോന്നി തഹസിൽദാറിന് ഈ വിഷയത്തിൽ പറയാനുള്ള കാര്യമാണ്. അവരും ഇതേ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുമായി തന്നെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നയാളാണ്. നേരത്തെയും സർവീസ് കാലയളവിൽ എന്തൊക്കെയാണ് നവീൻ ബാബുവിന് നേരിട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ എത്രത്തോളം കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്, കൈക്കൂലി വാങ്ങാത്ത ഒരാളാണ് എന്നൊക്കെ ആ കൂടെ ജോലി ചെയ്യുന്ന ആളുകളെക്കാൾ നേരിട്ടറിയുന്ന ആൾ തന്നെയാണ് മഞ്ജുഷ എന്ന കോന്നി തഹസിൽദാർ നവീൻ ബാബുവിൻ്റെ ഭാര്യ. ഇവിടെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മഞ്ജുഷ ഹർജി നൽകാനുള്ള പ്രധാനപ്പെട്ട കാരണം SITയുടെ അന്വേഷണത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ മൊഴിയെടുക്കേണ്ട മഞ്ജുഷയുടെ അടുത്തേക്ക് SIT എത്തുന്നത് 20 ദിവസം കഴിഞ്ഞാണ്. അവിടെ മുതലാണ് മഞ്ജുഷയുടെ സംശയം തുടങ്ങുന്നത്. കാരണം ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുമ്പോൾ അതിൽ ഇപ്പുറത്ത് അഗ്രീവ്ഡായിട്ട് നിൽക്കുന്ന പാർട്ടിയുടെ അടുത്തേക്ക് എത്തുന്നത് മാധ്യമങ്ങളിലൂടെ ഈ SIT എത്തിയില്ല എന്നവർ പറഞ്ഞതിന് ശേഷമാണ് SIT വരുന്നത്. നമ്മളവിടെ ചെന്നപ്പോഴും നമ്മളോട് പറഞ്ഞ SIT എന്നെ ഇതുവരെ വിളിച്ചിട്ട് പോലുമില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലതാമസം അവിടെ SIT വരുത്തിയിട്ടുണ്ടെങ്കിൽ SIT തീർച്ചയായും സംശയമുനയിലാണ്. അവരെന്തൊക്കെ തെളിവുകൾ ശേഖരിച്ചു എന്നതിനപ്പുറം അവർ തെളിവുകൾ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ മറ്റുള്ളവർക്ക് അവസരം കൊടുത്തു എന്നുള്ളതാണ് മഞ്ജുഷയുടെ വാദം. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സുതാര്യമായ അല്ല ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ള വാദത്തിന് ബലമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അതാര്യമായി നിൽക്കുന്ന ഭാഗത്തേക്കൊന്ന് നോക്കൂ. അവിടെ CCTV ദൃശ്യങ്ങൾ പൂർണ്ണമായും ശേഖരിച്ചിട്ടില്ല എന്നുള്ളത്
എന്നതാണ് അവരുന്നയിക്കുന്ന ആരോപണം. ഇന്ന് നമ്മുടെ പ്രതിനിധികൾ പോയി മുനീശ്വരൻ കോവിൽ, റെയിൽവേ സ്റ്റേഷൻ, ക്വാർട്ടേഴ്സ്, ആ ഭാഗങ്ങളിലൊക്കെ എത്ര CCTV ഉണ്ടെന്ന് ഇന്ന് എണ്ണി കാണിച്ചു കൊടുത്തു നമ്മുടെ വാർത്താ സംഘം, അർജുൻ കല്യാടും അർച്ചന രവീന്ദ്രനും നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റുകളും ചേർന്ന്. അപ്പോൾ ആ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. ഈ CCTV ഫുട്ടേജസ് എല്ലാം SIT ശേഖരിച്ചിട്ടുണ്ടോ? ഇതുപോലെയുള്ള CCTV ദൃശ്യങ്ങൾ നഷ്ടപ്പെടരുത്, അത് ഫാബ്രിക്കേറ്റ് ചെയ്യപ്പെടരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് കണ്ണൂരിൽ കോടതിയെ സമീപിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ കുടുംബത്തിന്. അതെല്ലാം നമ്മുടെ മുന്നിലുള്ള വസ്തുതകളാണ്. അതുകൊണ്ടാണ് SITയിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞുകൊണ്ട് CBI വരട്ടെ, സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു അന്വേഷണ ഏജൻസിയിലും അവർക്ക് വിശ്വാസമില്ല എന്നതാണ് അവരുടെ ഒരു പ്രതികരണങ്ങളിൽ നിന്ന് ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഡോക്ടർ അരുൺ പറഞ്ഞത് ശരിയാണ്. ഡിസംബർ 6-ാം തീയതി കോടതിയിൽ സമർപ്പിക്കുന്ന കേസ് ഡയറിയിലൂടെ നമുക്ക് ആ കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ഇപ്പോൾ കുടുംബത്തിന് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് അവർ ഈ ഹർജിയായി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിനെ ഞാൻ അവിശ്വസിക്കുന്നില്ല. എന്നാൽ അന്വേഷണ സംഘത്തിന് പറയാനുള്ളത് എന്താണ് എന്നുള്ളത് അന്വേഷണ സംഘത്തിലെ ആരും തന്നെ ഇതുവരെ അന്വേഷണം നടത്തിയത് എന്താണ് എന്നൊന്നും പുറത്തു പറയുന്ന ഒരു പതിവില്ല. അതുകൊണ്ട് അവരെന്താണ് ചെയ്തത് എന്നുള്ളത് ഈ കേസ് ഡയറിയുടെ കണ്ടന്റ് എന്താണെന്ന് ബോധ്യമാകുന്ന വേളയിൽ മാത്രമേ അവർ ചെയ്തത് എന്താണ്, അവരുടെ പ്രൊസീജിയർ എങ്ങനെയായിരുന്നു, ആരിൽ നിന്നൊക്കെ മൊഴിയെടുത്തു, അങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ചും പ്രശാന്തനിലേക്കൊന്നും പോയിട്ടേയില്ല അന്വേഷണം, 10-ാം തീയതി പുറത്തു വന്ന വ്യാജ കത്തിലേക്ക് അന്വേഷണം പോയിട്ടില്ല, CDR ശേഖരിച്ചിട്ടില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആരോപണമായി നിൽക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു നിജസ്ഥിതി കോടതിക്ക് ബോധ്യപ്പെടണം, പൊതുജനത്തിന് ബോധ്യപ്പെടണം, ഏറ്റവും പ്രധാനമായി നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയ്ക്ക് ബോധ്യപ്പെടണം. ആ ബോധ്യപ്പെടലിലേക്ക് എത്തണമെങ്കിൽ ഹൈക്കോടതിയിൽ ഇപ്പോൾ അവർ കൊടുത്തിരിക്കുന്ന ഹർജിയിലൊരു തീർപ്പാകണം. 6-ാം തീയതി തന്നെയാണ് സത്യവാങ്മൂലം കൊടുക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. CBI അന്വേഷണം സംബന്ധിച്ചുള്ള തീരുമാനവും 10 ദിവസത്തിനകം എടുക്കാനാണ് സർക്കാരിനോടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇക്കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം വരണമെങ്കിൽ നമുക്കും ഈ 10 ദിവസം കാത്തിരുന്നേ മതിയാകൂ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള വസ്തുത. എന്തായാലും നിലവിൽ ഒട്ടും സുതാര്യമല്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. ചോദ്യം ഇതായിരുന്നു, സുതാര്യമാകണ്ടേ അന്വേഷണം എന്നുള്ളതാണ് ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൽ. 3 പേരുടെയും അഭിപ്രായം യെസ് എന്നാണ്. Meet the editors.